AFC ഏഷ്യൻ കപ്പിന്റെ മുന്നോടിയായി നടന്ന സൗഹൃദ മത്സരത്തിൽ ഒമാനെ സമനിലയിൽ തളച്ച് ഇന്ത്യ. ശക്തമായ പോരാട്ടം കണ്ട മത്സരത്തിൽ ഇരു ടീമുകൾക്കും ഗോളൊന്നും നേടാൻ സാധിച്ചില്ല. ഫിഫ റാങ്കിങ്ങിൽ 82-ാം സ്ഥാനത്തുള്ള ടീമാണ് ഒമാൻ. ഫിഫ റാങ്കിങ്ങിൽ 90-ാം സ്ഥാനത്തുള്ള ടീമാണ് ഇന്ത്യ. ഗോൾ കീപ്പർമാരുടെയും ഇന്ത്യൻ ഡിഫൻഡർമാരുടെയും മികച്ച പ്രകടനമാണ് ഇന്ത്യക്ക് സമനില നേടിക്കൊടുത്തത്. ഫിഫ റാങ്കിങ്ങിൽ തങ്ങളെക്കാളും മുകളിലുള്ള ഒമാനോട് ഗോൾ രഹിത സമനില നേടിയത് ഏഷ്യൻ കപ്പിലേക്ക് ഇന്ത്യക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. രണ്ടാം പകുതിയിൽ പകരക്കാരനായി കളത്തിലിറങ്ങിയ ആഷിഖ് കുർണിയനാണ് ഇന്ത്യൻ നിരയിലെ ഏറെ കയ്യടി നേടിയ താരം. ആദ്യ പകുതിയിൽ ഇന്ത്യൻ വല കാത്തത് അമരീന്ദർ സിംഗ് ആയിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ ഗുർബീന്ദർ സിംഗിനെ കളത്തിലിറക്കി. മികച്ച സേവുകളാണ് ഇരുവരും നടത്തിയത്. ഇതോടെ ഇന്ത്യൻ വല നിറക്കുക എന്ന ലക്ഷ്യവുമായി പാഞ്ഞെത്തിയ ഒമാന്റെ മുന്നേറ്റത്തിന്റെ മുനയൊടിയുകയായിരുന്നു. പ്രതിരോധ നിരയിൽ മലയാളി താരം അനസരത്തൊടിയുടെ സാന്നിധ്യം ഇന്ത്യക്ക് നിർണായകമായിരുന്നു. ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രിയും ജെ ലാൽ പക്കുവും അടങ്ങിയ ഇന്ത്യൻ മുന്നേറ്റ നിര മികച്ച പ്രകടനം നടത്തിയെങ്കിലും ഗോൾ കണ്ടെത്താനായില്ല. രണ്ടാം പകുതിയിൽ ഹാലി ചരൺ നസാരിക്ക് പകരക്കാരനായി ഇറങ്ങിയ മലയാളി താരം ആഷിഖ് കുർണിയൻ 78-ാം മിനിറ്റിൽ ബോക്സിനുള്ളിലേക്ക് മറിച്ചു നൽകിയ പന്തിൽ ബൽവന്ത് സിംഗിന്റെ ഹെഡർ ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോയത്. ആദ്യ പകുതിയിൽ ഇന്ത്യൻ ഡിഫൻസിന് ചെറിയ വിള്ളലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ മലയാളി താരം അനസെടുത്തൊടുകയും സന്ദേശ് ജിങ്കനും അടങ്ങുന്ന ഇന്ത്യൻ പ്രതിരോധ നിര പൈതടച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. രണ്ടാം പകുതിയിൽ കളത്തിലിറങ്ങിയ മലയാളി താരം ആഷിഖ് കുർണിയൻ ഇന്ത്യൻ മുന്നേറ്റ നിരക്ക് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആരാധകരുടെ സാന്നിധ്യമില്ലാത്ത അടച്ചിട്ട സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത്. അതുമാത്രമല്ല, ഈ മത്സരം തത്സമയം ടെലികാസ്റ്റുമില്ലായിരുന്നു. ഏഷ്യൻ കപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇരു ടീമുകളുടെയും ടാക്ടിക്സുകളും കളിശൈലിയും പുറത്തു പോകാതിരിക്കാനാണ് ഈ നീക്കം. തുടർച്ചയായി 3 മത്സരങ്ങൾ ജയിച്ചെത്തിയ ഒമാനെ സമനിലയിൽ തളക്കാനായത് AFC ഏഷ്യൻ കപ്പിൽ ഇന്ത്യക്ക് ഗുണം ചെയ്യും. അടുത്ത മാസം ജനുവരി 5 മുതലാണ് ഏഷ്യൻ കപ്പ് ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യ മത്സരം ജനുവരി 6-ന് തായ്ലാൻഡിനെതിരെയാണ്. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ.